ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ കൃഷിഭവനുമായിട്ടിപ്പം ഒരു PM കിസാൻ പദ്ധതിയുമായി മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം മുതൽ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ അത് തുടങ്ങിയത് 2 ദിവസം കഴിഞ്ഞിട്ട് പോയി. അന്ന് സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മടങ്ങി വരേണ്ടി വന്നു. അതിനുശേഷം പിന്നെ അവർ പറഞ്ഞു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടൊന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോയി നോക്കിയിട്ട് അന്നും അവർ സൈറ്റ് ശരിയല്ല, നിങ്ങളൊന്ന് വില്ലേജിൽ പോയിട്ട് അവരോടൊന്ന് പറ എന്ന് പറഞ്ഞിട്ട് വില്ലേജിൽ പോയി അവരോട് പറയുമ്പം അവർ പറയുന്നത് ഈ വർഷത്തെ കരം അടച്ചില്ലേ, നിങ്ങൾക്ക് സൈറ്റില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് കരം അടച്ചു തരുക, അപ്പോൾ അത് കൃഷിഭവനിൽ തന്നെ അവർ സൈറ്റ് ഓപ്പൺ ആക്കേണ്ടതാണ്, നിങ്ങൾ അവിടെ തന്നെ പോയി പറയണം. അങ്ങനെ കൃഷിഭവനിൽ പോയി. അങ്ങനെ 2 പ്രാവശ്യം പോയിട്ടും നേരെയാകാതെ 3ാമത്തെ തവണ പോയി രാവിലെ 9:30 പോയിട്ട് 2:45 എനിക്ക് ടോക്കൺ വിളിച്ചത്. ടോക്കൺ വിളിച്ചൊക്കെ അകത്ത് കയറി എല്ലാം ആദ്യം നോക്കുമ്പോഴത്തേനും ഇതേ കംപ്ലൈന്റ് തന്നെയാണ് പറയുന്നത്, സൈറ്റ് കിട്ടുന്നില്ല, നിങ്ങളെ സൈറ്റ് കാണിക്കുന്നില്ല, സർവേ നമ്പർ അടിച്ചാൽ പോകുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വരാൻ പറഞ്ഞു. ഇന്ന് ഞാൻ 4ാമത്തെ തവണ പോയി. 4ാമത്തെ തവണ ഇപ്പോൾ പോകുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ ചെയ്യുന്നില്ല, അപ്പം അക്ഷയയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അക്ഷയയിൽ പോയാൽ അവർ പറഞ്ഞു ഇത് സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ട്, നിങ്ങളെ സർവേ നമ്പർ അടിച്ചിട്ട് കിട്ടുന്നില്ല, അത് ശരിയാവുന്നില്ല, ഒരു കാര്യം ചെയ്യും കൃഷിഭവനിൽ തന്നെ അവരോട് പോയി പറ, അതെന്താണ് തടസ്സം നമുക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞിട്ട്. കുറേ ആൾക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെന്നാ ഒരു പരിഹാരം എന്ന് അറിയില്ല, അവർക്കും അറിയില്ല, കൃഷിഭവനിലുള്ളവർക്കും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം സൈറ്റ് ഓപ്പൺ ആവുമായിരിക്കും, അല്ലെങ്കിൽ സൈറ്റ് കാണിക്കുമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചു ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, അപ്പം ഈ മാസം ജൂലൈ 31 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ജൂലൈ 31-നുള്ളിൽ സൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം എന്ന് വെച്ചാൽ കൃഷിക്ക് സംബന്ധമായിട്ട് സബ്സിഡികളോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ കിട്ടണമെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 31 അത് മുന്നോട്ട് നീട്ടാൻ സാധ്യതയുണ്ട്, അപ്പം നിങ്ങൾ വന്ന് നോക്ക്. നമ്മൾ ഈ 3ഉം 4ഉം പ്രാവശ്യം പോകുമ്പം എന്തുകൊണ്ടാണ് സൈറ്റ് ഓപ്പൺ ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സർവേ നമ്പർ കാലാകാലങ്ങളായിട്ട് നമ്മൾ കരം അടയ്ക്കുന്ന ഒരേ സ്ഥലം തന്നെയല്ലേ, അപ്പം എന്തുകൊണ്ടാണെന്നത് അവർക്ക് പറയാനും അറിയില്ല. നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ പണികളും മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പം ചോദിക്കും ഇത് പോവാണ്ടെന്നാ പോരെ. പക്ഷെ അതല്ല, നമ്മൾ കൃഷിക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നമ്മുടെ അവകാശമാണെന്ന് ധരിച്ച് നമ്മളത് പോകും. ഈ വയസ്സായവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് നേരം കാത്തു കെട്ടി കിടക്കുമ്പോൾ നമുക്കൊരു വിഷമമാണെന്നത് കാണുമ്പോൾ. എന്ത് ചെയ്യാനാ, രാവിലെ 7 മണിക്ക് 8 മണിക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ പേര് എഴുതി ടോക്കണ് കാത്തു നിന്നിട്ട് എല്ലാം ശരിയായി ഉള്ളിൽ കയറുമ്പം സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്കത് പറയുന്നത്. അതുവരെ ചിലപ്പം ഒരു തുള്ളി വെള്ളം വരെ കുടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ആരെങ്കിലും ഉള്ളിൽ കയറിപ്പോവും, നമ്മളെക്കാട്ടി മുമ്പേ കയറിപ്പോവും, അങ്ങനെയുള്ള പേടിയാണ് എല്ലാവരും. പക്ഷെങ്കിൽ അങ്ങനെ നടക്കൂല. നമ്മൾ പേരെഴുതി വെച്ചാൽ ആ ഓർഡറിൽ തന്നെ അവർ വിളിക്കും. എന്നാലും ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുക ചെയ്യുക. അടുത്ത് കടയില്ലാത്തത് കൊണ്ട് പോകാനും മടി, അപ്പുറം ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പരാതികളും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ ഇങ്ങനത്തെ പദ്ധതികളെല്ലാം ഉണ്ടാക്കുമ്പം ഒന്നുകിൽ കാലാവധി നീട്ടുമായിരിക്കും, പക്ഷെങ്കിൽ വരുമ്പോൾ ഇതെല്ലാവരും കൂടെ വേവലാതിയാണ്, എനക്കാദ്യം ചെയ്യണം അല്ലെങ്കിൽ കിട്ടിയിട്ടെങ്കിലോ എന്നുള്ളൊരു വേവലാതി. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ അത് വ്യക്തമായിട്ട് പറയണം. എന്നാൽ പിന്നെ അധികാരികൾ പറയുകയാണെങ്കിൽ നമുക്ക് കാലാവധി 1 മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ചെയ്ത് തീരാൻ പറ്റുന്നില്ല. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവർക്ക് ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ, ഓഫീസിൽ പല കാര്യങ്ങളും ഉണ്ടാവും, അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിനെന്ത് മാർഗമാണെന്നല്ല എന്ത് പരിഹാരമാണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എത്ര ആളിങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന്. വയസ്സായ അമ്മമാരും അച്ഛന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് രാവിലെ മുതൽ വെയിറ്റ് ചെയ്ത് 4 മണി 5 മണി വരെ വന്ന് ഇനി അവരുടെ സമയം കഴിയുമ്പോൾ അവർ പറയും നാളെ വാ, പേരെഴുതി വെച്ചിട്ടില്ല, അപ്പം രാവിലെ വാ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസവും അതുപോലെ വന്നിട്ട് കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്.
അന്നോ അത് ശരിയായില്ലെങ്കിൽ പിന്നെ അവർ ഇതിന് മെനക്കെടുന്നു. അപ്പോൾ ഇതിന് ശരിയായ ഒരു സൊല്യൂഷൻ ഇല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഞാൻ രാവിലെ 9:30 പോയിട്ട് 3:30 ആയി അവിടുന്ന് ഒന്ന് ഇറങ്ങണമെങ്കിൽ. അതുവരെ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഒരുപാട് പ്രായമായവരും ഇരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഒന്നിനും വേണ്ടിയിട്ടല്ല. പക്ഷെങ്കിൽ എത്ര ആൾക്കാരുടെ അനുഭവങ്ങളാണിത്, എല്ലാവരും അറിയുന്നുണ്ടാവൂലേ. അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ.